ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബിംഗ് കാർണിവൽ. അപ്പോൾ നമ്മൾ ഈ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡാണ് കാണാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടിനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന് സ്റ്റാർട്ടിങ്ങിൽ ഇപ്പം നമ്മുടെ ഹീറോയിനും ആ റെൻഡേഴ്സിൽ താമസിക്കുന്ന പയ്യനുമായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പുറത്ത് പോയിരിക്കുവാണ്. അന്നേരം നമ്മുടെ ഹീറോയിൻ അവനോട് ചോദിക്കുന്നുണ്ട്, മുത്തച്ഛൻ നല്ല ദേഷ്യത്തിലായിരുന്നത്, എൻ്റെ ജോലിയെ പറ്റിയിട്ട് മുത്തച്ഛൻ ചോദിച്ചപ്പോൾ നീ എന്താ തിരിച്ച് പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരം അവൻ, ഞാനും ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നാലും ഞാനൊരു നല്ലൊരു കള്ളത്തരം പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് തന്നെ നീ അങ്ങോട്ടും പറഞ്ഞു പോയാൽ മതിയെന്നായിരുന്നു പറഞ്ഞിരുന്നത്. നീ എന്താ അതിന് വേണ്ടിയിട്ട് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, നീ പകരത്തിന് വേണ്ടിയിട്ടാണ് തൽക്കാലം അവിടെ ജോലിക്ക് പോയതെന്നും അതിൻ്റെ ആൾ വരുന്ന സമയത്ത് അവൾ തിരികെ വരുമെന്നാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിനും അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം വരുന്നുണ്ട്. അന്നേരം അവൾ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ഫുഡ് എടുക്കാൻ പറയുമ്പോൾ, ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ അവൾക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ലാസ്റ്റ് രണ്ടുപേരും കൂടെ ഒന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ടൊക്കെ ഒരുപാട് ചീസൊക്കെ ഇട്ടിട്ടായിരുന്നു അവൻ ഫുഡ് ഉണ്ടാക്കിയിരുന്നത്. എന്തായാലും അത് കഴിക്കുമ്പോൾ അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അവളാണെങ്കിൽ അവനോട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഇത്രയും വിശപ്പിൽ നീ നല്ലൊരു ഫുഡ് ഉണ്ടാക്കി തന്നുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അയ്യോ, ഇതൊക്കെ എന്തിനാ നീ നന്ദിയായിട്ട് എടുക്കുന്നത്, നീ എൻ്റെ നല്ലൊരു ഫ്രണ്ടല്ലേ, അപ്പോൾ നിനക്ക് വേണ്ടി ഞാൻ ഇതെങ്കിലും ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അവനവളോട് സംസാരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഹീറോയിൻ്റെ മൈൻഡ് ഫുള്ള് ഇവിടെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഈ നമ്മുടെ ഹീറോ ആയിട്ട് അവളിങ്ങനെ ബെഡിൽ കടന്നില്ലേ, ആ കാര്യങ്ങളെക്കുറിച്ചിട്ടായിരുന്നു അവളുടെ മനസ്സിൽ വന്നു പോയിക്കൊണ്ടേയിരുന്നത്. അന്നേരം ഇവനാണെങ്കിൽ ഇവളോട് ചോദിക്കുന്നുണ്ട്, നീ ഇതെന്താ ആലോചിക്കാൻ ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, ഞാനിങ്ങനെ വെറുതെ നിൻ്റെ ഫുഡൊക്കെ കഴിച്ചപ്പോൾ അതിൻ്റെ ഇതിലിങ്ങനെ ഇരിക്കുകയായിരുന്നു പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നെയും ഇവൻ പറയുന്നൊന്നും കേൾക്കാതെ അവളുടെ മൈൻഡ് നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അന്നേരം അവളിങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇവൻ്റെ ഒപ്പം സംസാരിക്കുന്നുണ്ട്, എന്നിട്ട് ഞാൻ എന്തിനാ അവനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് അവളുടെ ചുണ്ടിനിങ്ങനെ കടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അറിയാണ്ടാണ് പറ്റിയത്. അന്നേരം അവൻ, നിനക്ക് എന്തെങ്കിലും പറ്റുമോ, എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, ഫുഡ് കഴിച്ച് കഴിഞ്ഞല്ലോ, നമുക്കിനി നേരെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഞാൻ ഇതിനെ അവനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നത്, ഇപ്പം അവൻ നല്ല സന്തോഷമായിട്ട് ഡിന്നറൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ ഇരിപ്പുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നേരെ കാണിക്കുന്നത് ഇപ്പോൾ ഇവരിങ്ങനെ ഡിന്നർ കഴിക്കാനൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെയാണ് കാണിക്കുന്നത് ഹീറോ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഓവറായിട്ട് മദ്യപിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ അവസരം അവൾ മുതലാക്കിയിട്ട് നമ്മുടെ ഹീറോയോട് ഭയങ്കരമായിട്ട് അവൾ മോശമായ രീതിയിലൊക്കെ പെരുമാറുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവനോട്, നിനക്കൊരു കാര്യം അറിയുമോ, ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചിട്ടെന്നറിയുമോ നിന്നെ ഇവിടേക്ക് വിളിച്ചത്, നീ ഇവിടെ എൻ്റെ ഒപ്പം വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, എന്നിട്ടും നീ വന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇതുവരെയും എൻ്റെ ആഗ്രഹങ്ങളൊന്നും ഞാൻ എടുക്കാതിരുന്നിട്ടില്ല, എന്ത് വില കൊടുത്തും എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ നടത്തിയിട്ടേ ഉള്ളൂ. എന്തായാലും ഈ കാര്യം എനിക്കങ്ങനെ നടന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് അവനോട് ഒരുമാതിരി അവൾ പെരുമാറുന്നുണ്ടായിരുന്നു. പക്ഷെ അവനാണെങ്കിൽ വല്ലാത്തൊരു അബോധാവസ്ഥയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. കാര്യം വേറൊന്നുമല്ല, ഇവളൊരു പെർഫ്യൂം അവന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതിനകത്ത് അവളെന്തോ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇതിലായിരുന്നു അവന് തലയൊക്കെ കറങ്ങുന്ന പോലെയും കണ്ണൊന്നും കാണാത്ത പോലെയൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിനുശേഷം അവളോട് അവൻ നമുക്കിവിടെ നിന്ന് പോകാമെന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ പിന്നെ അവൻ്റെ അടുത്ത് മിസ്ബിഹേവ് ചെയ്തുകൊണ്ടേയിരുന്നു. എന്നിട്ട് നേരെ അവനൊരു സ്വിമ്മിംഗ് പൂളിലേക്ക് കൊണ്ട് തള്ളിയിട്ടിട്ട് അവിടെയും അവന് ഷർട്ടൊക്കെ ഊരിയിട്ട് അവനെ ഹഗ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് തന്നെ അവൻ എങ്ങനെയൊക്കെയോ ശക്തി പ്രാപിച്ചിട്ട് അവൾ പെട്ടെന്ന് അവിടെ നിന്ന് തള്ളി നീക്കിയിട്ട് അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ കാലൊന്നും തറയിൽ ഉറയ്ക്കുന്നുണ്ടായിരുന്നില്ല. കണ്ണും കാണാൻ പറ്റാതെ ഫുൾ ഒരു ബ്ലറായിട്ടായിരുന്നു അവനെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. പെട്ടെന്ന് അവിടെ നിന്ന് എണീറ്റ് വന്നിട്ട് അവൻ്റെ ടേബിളിലിരുന്ന ആ ഫോൺ മാത്രം എടുത്ത് അവിടെ നിന്ന് ഓടുന്നുണ്ടായിരുന്നു. ഇവൾക്കുടനെ ദേഷ്യം വന്നിട്ട്, നീ എന്തായി കാണിച്ചത്, എന്നോടാണോ നീ ഇതൊക്കെ കാണിക്കുന്നത് പറഞ്ഞ് നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ പുറകെ അവൾ പോകുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ എങ്ങനെയെങ്കിലും ലിഫ്റ്റിൽ കയറിയിട്ട് താഴേക്ക് ഇറങ്ങി രക്ഷപ്പെടാന്നുള്ള കാര്യത്തിൽ ലിഫ്റ്റിൽ ഓപ്പൺ ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത് അത് ഓപ്പൺ ആകുന്നുണ്ടായിരുന്നില്ല. അന്നേരം അവൾ, നിനക്ക് ഇവിടെ നിന്ന് എൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒരിക്കലും പുറത്ത് കിടക്കാനായിട്ട് പറ്റില്ല, കാരണം ഇത് ഫുൾ എൻ്റെ കൺട്രോളിലാണ് ഇരിക്കുന്നത്, നീ പുറത്തിറങ്ങണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം. പക്ഷെ ഞാനങ്ങനെ വിചാരിക്കില്ല എന്ന് പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ അവിടെ നിന്ന് ഓടിയിട്ട് ഏതൊരു വാഷ്റൂമിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവിടെ പോയി ഒരു വാഷ്റൂമിനകത്ത് കയറിയിട്ട് വാതിൽ നല്ല ടൈറ്റായിട്ട് അടച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇവൾ വന്നിട്ട് ആ വാതിലിനെ ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറിയിട്ട്, ഇന്നത്തെ ദിവസം നീ എൻ്റെ കൂടെ ഇരിക്കുന്നതാണ് നിനക്ക് നല്ലത്, അല്ലെങ്കിൽ നിൻ്റെ ലൈഫ് ഇന്നത്തോടെ അവസാനിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഒരുമാതിരി ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത് കൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അന്നേരം അവൾ കയറി വന്നിരുന്ന ആ സ്ഥലത്ത് ഒരുപാട് വാഷ്റൂമുകൾ ഉണ്ടായിരുന്നു. അതിനകത്ത് എവിടെയാണ് നമ്മുടെ ഹീറോ ഉള്ളതെന്നുള്ള അവർക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അന്നേരം എല്ലാ വാഷ്റൂമിൻ്റെയും ഡോറ് തള്ളി തുറന്ന് വരുമ്പോഴത്തേക്കും ഒറ്റ ഡോറ് മാത്രം തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവൾ നേരെ താഴെ ഇരുന്നിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഹീറോയുടെ കാൽ അവൾക്ക് കാണാമായിരുന്നു. അപ്പോൾ നീ ഇതിനകത്താണല്ലേ ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഹീറോയിനും ആ റെൻ്റ് ഹൗസിൽ താമസിക്കുന്ന പയ്യന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് നടന്നു വരുന്ന വഴിക്ക്, ഇന്ന് എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, നീ എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിൻ പറഞ്ഞു വരുന്ന സമയത്തായിരുന്നു അന്ന് ഇവളെ കുറച്ച് ആൾക്കാരൊക്കെ ചേർന്നിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചില്ലേ, ആ സ്ഥലത്ത് എത്തിയപ്പോൾ അവൾക്ക് അതിൻ്റെ ഓർമ്മകളൊക്കെ വന്നിട്ട് അവൾ വല്ലാത്തൊരു അവസ്ഥയിലാകുന്നുണ്ടായിരുന്നു.
അന്നേരം ഈ ചെക്കൻ, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? അന്നത്തെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടാണോ? എന്തിനാ, ഞാനിപ്പോൾ നിൻ്റെ കൂടെ ഇല്ലേ, നിനക്കൊന്നും പറ്റത്തില്ല, നിന്നെ സേഫാക്കി ഞാൻ വീട്ടിലെത്തിക്കാന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വെച്ചിട്ട് അവൻ, നിൻ്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? അവന് ഇന്ന് വർക്കൊന്നും ഇല്ലായിരുന്നു ചോദിക്കുമ്പോൾ, ഇന്നൊരു വർക്കും ഇല്ലായിരുന്നു, പക്ഷേ ഇന്ന് അവൻ ഹാപ്പി ആയിട്ട് ഒരു സ്ഥലത്ത് പോയേക്കുവാണെന്ന് പറഞ്ഞിട്ട് ഇനി ഇരിക്കുന്ന സമയമായിരുന്നു നമ്മുടെ ഹീറോയുടെ കോൾ ഹീറോയിന് വന്നിരുന്നത് കേട്ടോ. അന്നേരം അവൾ കോൾ അറ്റൻഡ് ചെയ്തിട്ട്, നിൻ്റെ ഡിന്നർ പാർട്ടിയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എന്തിനാ നീ ഈ സമയത്ത് എന്നെ വിളിച്ചെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ വലിയൊരു അബദ്ധത്തിൽ പെട്ടിരിക്കുകയാണെന്നും നീ എന്നെ പെട്ടെന്ന് വന്ന് ഹെൽപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ, എന്നെ ഇവിടെ നീ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് ടെൻഷൻ അടിച്ചിട്ട്, എന്ത് പ്രശ്നം, എന്താ നീ കാര്യം തെളിയിച്ച് പറയുമ്പോൾ, എനിക്ക് എന്താണെന്നറിയില്ല, എനിക്കെന്തോ ഞാൻ ഡ്രഗ്സ് കഴിച്ചു എന്നാണ് തോന്നുന്നത്, എൻ്റെ കാഴ്ചയൊക്കെ എനിക്ക് ബ്ലറായിട്ടാണ് പോകുന്നത്, എന്നെ വന്ന് രക്ഷിക്കണമെന്ന് പറയുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് വെച്ചിട്ട് ആ പ്രൊഡ്യൂസർ പെങ്കോച്ച് വന്നിട്ട് ഇവൻ്റെ ഡോറിൽ വന്ന് തട്ടിയിട്ട്, നീ പെട്ടെന്ന് ഡോറ് തുറക്കുന്നു, അത് ഞാൻ അകത്തേക്ക് വരണമെന്ന് ചോദിച്ചിരുന്നത്. ഇത് കേൾക്കുന്ന ഹീറോയിനാണെങ്കിൽ ഇവനെ തെറ്റിദ്ധരിച്ചിട്ട്, നിൻ്റെ ഫ്രണ്ട് വന്ന് എന്നെ വിളിക്കുന്നുണ്ടല്ലോ, പിന്നെ ഇതിനിടയ്ക്ക് എന്തിനാ നീ എന്നെ വിളിക്കുന്നത് ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഹീറോ, നീ ഒന്ന് പറയുന്നത് മനസ്സിലാക്ക്, എന്നെ നിനക്ക് ജീവനോടെ കാണണമെങ്കിൽ നീ എന്നെ വന്ന് ഇപ്പോൾ രക്ഷിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ഹീറോയിനാണെങ്കിൽ എന്തോ അപകടം മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് കോള് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നേരം നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൾക്ക് ലൊക്കേഷനും കൂടി ഷെയർ ചെയ്ത് കൊടുത്തിട്ടായിരുന്നു കോള് കട്ട് ചെയ്തിരുന്നത്. അത് കട്ട് ചെയ്തിട്ട് നോക്കുമ്പോഴത്തേക്കും ഈ പ്രൊഡ്യൂസർ പെങ്കൊച്ചിന് സൗണ്ട് ഒന്നും വരുന്നുണ്ടായിരുന്നില്ല. അന്നേരം അവൻ മെല്ലെ ഡോറ് തുറക്കുമ്പോഴായിരുന്നു അവൾ അപ്പുറത്തെ വാഷ്റൂമിൽ നിന്നിട്ട് ഹീറോയെ നോക്കിയിട്ട്, ഞാൻ ഇവിടെയുണ്ട്, നീ എന്നെ വിട്ട് എവിടേക്കും ഞാൻ പോകാനായിട്ട് സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ പിടിക്കാനായിട്ട് വരുന്ന സമയമായിരുന്നു അവൻ പെട്ടെന്ന് ഇവിടെയും തള്ളി മറിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടിയിരുന്നത് കേട്ടോ. ഇവിടെ നമ്മുടെ ഹീറോയിൻ ആ റെൻ്റ് ഹൗസിൽ താമസിക്കുന്ന പയ്യനോട് പറഞ്ഞിട്ട് അവനിങ്ങനെ ഒരു അപകടത്തിൽ പെട്ടിരിക്കുകയാണെന്നും എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തിയേ പറ്റൂ, അവനെ രക്ഷിച്ചേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം അവൻ, ഞാനും നിൻ്റെ ഒപ്പം വരാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഇവനെ രക്ഷിക്കാനായിട്ട് കാറും എടുത്ത് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. ഹീറോ അവിടെ നിന്ന് ഓടി പഠിച്ചൊക്കെ വരുന്നുണ്ടെങ്കിലും അവിടെ ഒരുപാട് ബോഡി ഗാർഡ്സൊക്കെ ഉണ്ടായിരുന്ന കാരണം അവരുമായിട്ടൊന്നും സ്റ്റണ്ട് ഉണ്ടാക്കിയിട്ട് മാത്രം അവന് പുറത്തേക്ക് കടക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവരുമായിട്ട് അവൻ സ്റ്റണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവന് പൂർണ്ണമായിട്ട് ആരോഗ്യത്തോടെ അവിടെ നിൽക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെ എന്തായാലും നമ്മുടെ ഹീറോയിനും ആ റെൻ്റ് ഹൗസിൽ താമസിക്കുന്ന പയ്യനും കൂടെ ലൊക്കേഷൻ ഷെയർ ചെയ്ത് വന്നതനുസരിച്ച് നേരെ ആ ഒരു ഹോട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ്. എത്തിയിട്ട് ഫ്രണ്ടിൽ പോയിട്ട് അവിടെ ആദ്യം നമ്മുടെ ഹീറോയെ കയറ്റി വിട്ട ഒരു ആളുണ്ടായിരുന്നില്ല, അയാളോട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മേളിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ, ഈ സമയത്ത് ഇപ്പോൾ അവിടെ ആരെയും കയറ്റി വിടാൻ പറ്റത്തില്ല എന്നും അവിടെ ഒരു പാർട്ടി നടക്കുന്നുണ്ട്, അത് കാരണം മാഡത്തിൻ്റെ ഓർഡറാണ് ഇപ്പം അങ്ങോട്ട് ആരെയും കടത്തി വിടരുത് എന്നുള്ളത്. അന്നേരം ഇവള്, ഞങ്ങളെ ആ പാർട്ടിയിലുള്ള ഒരാൾ വിളിച്ചിട്ടാണ് വന്നതെന്ന് പറയുമ്പോൾ, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മെസ്സേജോ അങ്ങനെ എന്തെങ്കിലും കാണിക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇവരാണെങ്കിൽ ആരൊക്കെ പെട്ട അവസ്ഥയായിപ്പോയി. കാരണം അകത്തേക്ക് കയറണമെങ്കിൽ ഇവൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിച്ചാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴായിരുന്നു മേളിൽ കുറച്ച് ഒച്ച കേട്ടിരുന്നത്. കാരണം നമ്മുടെ ഹീറോ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുന്ന സമയത്ത് ഒരുപാട് ബോഡി ഗാർഡ്സ് വന്ന് നമ്മുടെ ഹീറോയുടെ ചുറ്റും നിന്നിട്ട് അവിടെ അടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ സൗണ്ട് കേട്ടിട്ട് ഇയാൾ നേരെ അങ്ങോട്ടേക്ക് ഓടുന്ന ടൈം നമ്മുടെ ഹീറോയിനും ഈ പയ്യനും കൂടെ നേരെ ലിഫ്റ്റിലേക്ക് കയറുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ഏത് ഫ്ലോറിലേക്കാണ് പോകുന്നതെന്നുള്ളത് ഇവർക്ക് അറിയാത്ത കാരണം ആക്റ്റീവായിട്ട് കിടന്നൊരു ഫ്ലോർ ഉണ്ടായിരുന്നു. എന്തായാലും അവിടെ തന്നെ പോകാമെന്ന് വെച്ചിട്ട് നേരെ അവർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയെ അടിക്കാനായിട്ട് ബോഡി ഗാർഡ്സ് എല്ലാവരും ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഹീറോ ഇവിടെ നിന്നിട്ട് ആ ബോഡി ഗാർഡ്സ് എല്ലാവരെയും അടിച്ച് ഭയങ്കരമായിട്ട് സ്റ്റണ്ട് സീനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഹീറോയിനും ആ റെൻ്റ് ഹൗസിൽ താമസിക്കുന്ന പയ്യനുമായിട്ട് നേരെ മേളിലെത്തുമ്പോൾ സൗണ്ട് കേൾക്കുന്ന സ്ഥലത്തേക്ക് അവർ ഓടിപ്പോകുന്നുണ്ടായിരുന്നു. അവർ ഓടിപ്പോകുന്ന സമയത്തായിരുന്നു ഒരാൾ ഒരു ബോട്ടിൽ കയ്യിലെടുത്ത് വെച്ചിട്ട് നമ്മുടെ ഹീറോയിനെ നേർക്ക് അതിങ്ങനെ എറിയാനായിട്ട് വരുമ്പോൾ അവിടേക്ക് ഹീറോ കയറി നിന്നിട്ട് ഹീറോയിനെ രക്ഷിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അവിടെ ഫുൾ സ്റ്റണ്ട് സീനൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് എല്ലാവരെയും അടിച്ച് തള്ളിയിട്ടിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ നേരെ തറയിലേക്ക് പോയി ക്ഷീണിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഹീറോയിനാണെങ്കിൽ, നീ അവനെ പോയി എടുക്ക്, നമുക്ക് അവനെ എത്രയും പെട്ടെന്ന് രക്ഷിച്ചുകൊണ്ട് പോകേണ്ടതുണ്ടെന്ന് പറഞ്ഞിട്ട് ഹീറോയെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു ആ പ്രൊഡ്യൂസർ പെങ്കൊച്ച് മൂക്കൊക്കെ മുറിഞ്ഞിട്ട് വന്ന് നിന്നിരുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവളെ നേരത്തെ തള്ളിയിട്ടിട്ടില്ല നമ്മുടെ ഹീറോ ഇങ്ങോട്ടൊക്കെ ഓടി വന്നത്. അങ്ങനെയായിരുന്നു അവിടെ മൂക്ക് മുറിഞ്ഞിരുന്നത്. അവൾ വന്ന പാടെ, അവനെ എങ്ങോട്ടാണ് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത്? എൻ്റെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്ത് കിടക്കാനായിട്ട് പറ്റത്തില്ല. മര്യാദയ്ക്ക് അവനിവിടെ നിർത്തിയിട്ട് നിങ്ങൾ പോകുന്നതാണ് നല്ലതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് വെച്ചിട്ട് ആ റെൻ്റ് ഹൗസിൽ താമസിക്കുന്ന പയ്യനാണെങ്കിൽ ഫോൺ എടുത്ത് ക്യാമറ ഓൺ ചെയ്തിട്ട്, ഞങ്ങൾ ഇവിടുന്ന് പോകാനായിട്ട് അനുവദിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ കിടന്ന് കാണിക്കുന്നതെല്ലാം ഞാൻ വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യുമെന്നും നാളെ ഞാനത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതോടെ അവൾ പിന്നെ വേറൊന്നും ചെയ്യാനായിട്ട് പോയില്ല. ഇവരെന്തായാലും ലിഫ്റ്റിലേക്ക് കയറിയിട്ട് നേരെ താഴെ പോയിട്ട് കാറിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് ആ ചെക്കനാണെങ്കിൽ, നീ ഡ്രൈവ് ചെയ്യ്, ഞാൻ ഇവനെയും കൊണ്ട് നേരെ പുറകിലിരിക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഹീറോയുടെ മൈൻഡ് ഫുള്ള് ഓഫായിരുന്നു കേട്ടോ. അവൻ എന്ത് ചെയ്യുന്നതെന്നുള്ളത് അവന് തന്നെ അറിയാൻ പാടില്ലായിരുന്നു. പുറകിലിരുന്നിട്ട് ഈ പയ്യനെയാണെങ്കിൽ അവന് കിസ് ചെയ്യാനായിട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ എല്ലാം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ എല്ലാം സഹിച്ച് കടിച്ചു പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. നേരെ വീട്ടിലേക്ക് കൊണ്ടു ചെല്ലുമ്പോഴായിരുന്നല്ലോ ഇതേ അവസ്ഥ തന്നെയായിരുന്നു. കാരണം ഹീറോയുടെ ബോധം എല്ലാം പോയ അവസ്ഥയിൽ തന്നെയായിരുന്നു. അവനാണെങ്കിൽ ഹീറോയിനെ കാണുമ്പോൾ അവളെ കിസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇവൾ അങ്ങോട്ട് പിടിച്ച് തള്ളുന്നുണ്ടെങ്കിലും അവൻ പിന്നെയും നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഇവൻ ഇനി എന്ത് ചെയ്താലും ഇവൻ്റെ ബോധം ഒന്ന് തിരിച്ചു കൊണ്ട് വരാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ട് അവനുമായിട്ട് സംസാരിച്ച് നിൽക്കുമ്പോൾ ഹീറോ തന്നെ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ തലയിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിക്കാവോ, എനിക്ക് എല്ലാം കൂടെ ചൂടെടുത്ത് വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ
അങ്ങനെ നമ്മുടെ ഹീറോയെ പിടിച്ചു നിർത്തിയിട്ട് അവൻ്റെ മേലേക്ക് ഓസിൽ വെള്ളം അടിച്ച് മൊത്തത്തിലൊന്ന് കുളിപ്പിച്ചെടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ റെൻ്റ് ഹൗസിൽ താമസിക്കുന്ന പയ്യനാണെങ്കിൽ ഹീറോയിനോട് പറയുന്നുണ്ട്, നീ എന്തായാലും പോയി കിടക്ക്, ഞാൻ ഇന്ന് ഇവനെ എൻ്റെ വീട്ടിൽ നിർത്താമെന്ന് പറയുന്നിട്ട് അവൻ നേരെ അവനെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവൻ്റെ ഡ്രസ്സൊക്കെ തന്നെ അവൻ മാറാനായിട്ടൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഒരു കപ്പ് കോഫി കൊണ്ട് കൊടുത്തിട്ട്, നീ ഇപ്പോൾ ഇത് കുടിച്ചിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് കിടന്നുറങ്ങ്, എല്ലാം ശരിയാകും, നാളെ നിനക്ക് നിൻ്റെ വീട്ടിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരം ഹീറോയ്ക്കാണെങ്കിൽ ഇവന് ഇഷ്ടമില്ലല്ലോ, ഇവനെ തിരികെ ഇഷ്ടമില്ലെങ്കിലും ഹീറോയിന് വേണ്ടിയിട്ടായിരുന്നു ഇവനിതെല്ലാം ചെയ്തിരുന്നത്. അന്നേരം ഹീറോ അവനോട് പറയുന്നുണ്ട്, നീയും അവളും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ ചെറുത്തിലെ മുതൽ ഭയങ്കര ഫ്രണ്ട്സാണ്, അവൾക്ക് ഞാനെന്ന് പറഞ്ഞ ജീവനാണ്, ബെസ്റ്റ് ഫ്രണ്ട്സാണ്, എന്തൊരു വിഷമമുണ്ടെങ്കിലും അവൾ അത് എന്നോട് മാത്രമേ ഷെയർ ചെയ്യാറുള്ളൂ എന്ന് പറയുമ്പോൾ, ഇവനാണെങ്കിൽ വിട്ടുകൊടുക്കാതെ എന്ന് അവൾ നിന്നോട് പറഞ്ഞോ? എടാ മണ്ട, നിനക്കൊരു കാര്യം അറിയാവോ, ഞാൻ വന്നതിന് ശേഷം അവൾ എന്നോടാണ് അവളുടെ വിഷമങ്ങളെല്ലാം മുഴുവനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അന്നേരം അവൾ പറഞ്ഞിട്ടുമുണ്ട് അവൾക്ക് ഇതുവരെയും ഇങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് ഒരു ഫ്രണ്ടും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് തന്നെ നീ പറയും അവൾക്ക് ഞാനാണോ നീയാണോ വലുതെന്നുള്ളത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് നമ്മുടെ ഹീറോയിന് വേണ്ടിയിട്ട് അടിപിടി കൂടുന്നുണ്ടായിരുന്നു കേട്ടോ. ഹീറോയിനാണെങ്കിൽ വീട്ടിൽ പോയിട്ട് ഉറക്കമേ വരുന്നുണ്ടായിരുന്നില്ല. അവൾ ബാൽക്കണി കയറി നിന്നിട്ട് നമ്മുടെ ഈ റെൻ്റ് ഹൗസിൽ താമസിക്കുന്ന പയ്യൻ്റെ വീട്ടിലേക്ക് നോക്കിയിട്ട് ഹീറോ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് ആലോചിച്ച് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അതോടുകൂടെ ഈ എപ്പിസോഡ് കഴിയുവാണ്. അടുത്ത എപ്പിസോഡ് ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ടാറ്റാ.